ബത്തേരി ഡോൺ ബോസ്കോ സ്വാശ്രയ കോളേജ് എസ്എഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രിൻസിപ്പാളിന്റെ ഓഫീസും കമ്പ്യൂട്ടറുകളും സിസിടിവി ക്യാമറകളും തകർത്തു. കോളേജ് കെട്ടിടത്തിന്റെ ജനൽച്ചില്ലുകൾ വ്യാപകമായി അടിച്ചു തകർത്തു. ടോയ്ലറ്റിലെ ഉപകരണങ്ങളും തകർത്തിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനം നടത്തിയതിന് കോളേജിൽ പഠിക്കുന്ന എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിനിടെയാണ് കോളേജ് അടിച്ചു തകർത്തത്. പോലീസ് നോക്കി നിൽക്കെയാണ് എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിൽ വ്യാപകമായി അഴിഞ്ഞാടിയത്. ഇന്ന് രാവിലെ 11:15 കോളേജിലേക്ക് മാർച്ചുമായി എത്തിയ എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തിയത്. കോളേജിൽ സെക്കൻഡ് ഇയർ ബികോമിന് പഠിക്കുന്ന എസ്എഫ്ഐ നേതാവായ വിദ്യാർത്ഥിയെ യൂണിയൻ പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിനിടെയാണ് ആക്രമണം ഉണ്ടായത്. പ്രകടനമായി എത്തിയ 200ഓളം പ്രവർത്തകർ കോളേജ് ഗേറ്റിൽ പോലീസ് തീർത്ത വലയം ഭേദിച്ച് അകത്ത് കടക്കുകയായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പാളിന്റെ ഓഫീസ് റൂം അടിച്ചു തകർത്തു. ഇവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ചില്ലുകളും തകർത്തു. കൂടാതെ 4 നിലയിലായി പ്രവർത്തിക്കുന്ന കോളേജ് ക്ലാസ് റൂമുകളുടെ ചില്ലുകളും ഫർണിച്ചറുകൾ, സിസിടിവി ക്യാമറകളും, ബാത്റൂം, വാഷ് ബേസിനുകളും തകർത്തു. കോളേജിലെ പ്രാർത്ഥനാലയത്തിലെ ചില്ലുകളും വടിയും മറ്റും ഉപയോഗിച്ച് അടിച്ചു തകർത്തു. കോളേജിന് മുന്നിലെ ഡോൺ ബോസ്കോയുടെ അനുബന്ധ പ്രതിമകളും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണം നടത്തുന്ന സമയത്ത് ജനൽച്ചില്ലുകൾ തെറിച്ച് അധ്യാപകർക്ക് നിസ്സാര പരിക്കുകളും പറ്റി. വിദ്യാർത്ഥി സംഘടനയുടെ മാർച്ച് കണക്കെടുത്ത് പോലീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോളേജിന് ഇന്ന് അവധി നൽകിയിരുന്നു. വിവിധ വശങ്ങളിൽ നിന്നും ഓടിക്കയറിയും പോലീസ് വലയം ഭേദിച്ചും ക്യാമ്പസിനകത്ത് കിടന്ന വിദ്യാർത്ഥികൾ പോലീസ് നോക്കി നിൽക്കെയാണ് ആക്രമണം അഴിച്ചുവിട്ടെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. സംഭവത്തിൽ കോളേജ് അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി.